നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതുകൊണ്ട് 21 ദിവസം ഒരേ മുറിയിൽ മൈഥിലിയും കാർത്തിക്കും കഴിയണമെന്ന പ്രശ്ന പരിഹാരം ഇനി തുടരണ്ട. പരിഹാരക്രിയ അവസാനിപ്പിക്കാം. ശ്രീധർമ്മശാസ്താവിന്റെ മകരവിളക്കിന്റെ അന്ന് ചെമ്പകമംഗലം തറവാട്ടിന്റെ ദോഷങ്ങളും തീർന്നിരിക്കുന്നു. എന്റെ ദൈവമേ, ഇനി വേണ്ടത് ഇവിടത്തെ കുഞ്ഞിന്റെ ചോറൂണാണ്. അത് വൈകാതെ നാളെ തന്നെ നടത്തണം. അത് നടത്താൻ തിരുമേനി. കടുത്ത ഒരു പരീക്ഷണം ദൈവം തന്നെങ്കിൽ എന്താ, ആ പരീക്ഷണത്തിൽ കാർത്തിക് വിജയിച്ചില്ലേ? മീനാക്ഷിയുടെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ അലയടിച്ചത്. അതിനുള്ള ഫലവും ഉണ്ടായി. എന്താ, സന്തോഷമായില്ലേ? കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? അതായത് ഇനി മുതൽ നിന്റെ സേവനം ഇവിടെ വേണ്ട. മനുഷ്യരായ എങ്ങനെ നന്ദികേട് കാണിക്കരുത്. എന്തോ ചെകുത്താൻ വേദോതി തുടങ്ങി. ഞാൻ എന്റെ അഭിമാനം വരെ പണയപ്പെടുത്തി ഒരു ത്യാഗം ചെയ്യാൻ തുടങ്ങിയപ്പോ അഭിമാനോ? നിനക്കോ? നീ ഒരു ത്യാഗവും ചെയ്തില്ല. മീനാക്ഷിയും കാർത്തിമോനെ എന്നേക്കുമായി പിരിക്കുവാനായി ഒരായുധം കിട്ടിയതായി നീ കരുതി. ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് പണ്ട് മേനക വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ ഇറങ്ങിയതുപോലെ നീ ഒരു ശ്രമം നടത്തി. അവസരം കിട്ടിയപ്പോ ആവുന്നത്ര മുതലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഏശിയില്ല. ഇപ്പൊ മനസ്സിലായോ കാർത്തിമോന്റെ മനസ്സിൽ മീനാക്ഷി എത്രയേറെ ഉണ്ടെന്ന്? മനസ്സിലായോടി? അതുകൊണ്ട് ആ വക വേലകളൊക്കെ അവസാനിപ്പിച്ച് നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. വെറുതെ നശിച്ച നിന്റെ ജന്മത്തിന്റെ ബാക്കിയും കൂടി പാഴാക്കാതെ. ആ വാഴക്കാല തിരുമേനി വെച്ച് നീ നാടകം കളിച്ചല്ലേടി? വാഴക്കാലയല്ല, വാഴപ്പാടി തിരുമേനി. അയാളെ നീയും കൂട്ടരും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞങ്ങളെ വിഷമിപ്പിച്ചപ്പോ ഞാൻ ഒരു വാക്കുകൊണ്ട് അയാളെ തിരുത്തിച്ചു. എന്താടി, ഞങ്ങളൊക്കെ പൊട്ടന്മാരും പൊട്ടികളാണെന്ന് കരുതിയോ നീ? നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നീ ആരാണെന്നും നീ എത്ര വരെ വരുമെന്നും ഞാൻ കുറെ നാള് മുൻപേ മനസ്സിലാക്കിയതാ. ഇനി നീ എവിടെ വരെ പോവെന്നും എനിക്കറിയാം. പകരത്തിന് പകരം വിട്ടാനേ ഈ മൈഥിലിക്ക് നന്നായിട്ട് അറിയാം. പകരത്തിന് പകരം വീട്ടി നീ വളരെ വേഗം തന്നെ പരലോകത്തേക്ക് പോവും. കാണിക്കാവുന്ന അഭ്യാസങ്ങളൊക്കെ നീ ഇതിനകത്ത് കാണിച്ചു. എന്റെ കുഞ്ഞിനെ കരുതി ഞാൻ ക്ഷമിച്ചു. ഇനിയും നീ ഈ കുത്തിത്തിരിപ്പും വേലവെപ്പും തുടർന്ന നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.